ഞങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വണ്ടിയിലിരുന്ന് മിഠായി തിന്നാലോ വെള്ളം കുടിച്ചോ ഫ്രൂട്ടി അടിച്ചാലോ മറ്റെന്ത് ചെയ്താലും കുപ്പിയും പാട്ടയും ബക്കറ്റും ഒന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ്. അതിന് മിഠായി തുലിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നതെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ വാഹനത്തിൽ KSRTC ഇരുന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയണം, എങ്ങോട്ടെങ്കിലും ഒഴിവാക്കി കളയണമെന്നാണ്. ഏതൊക്കെ രീതിയിലാണല്ലേ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന KSRTC ബസ് നിങ്ങളെ വീട്ടിലെ ഒരു വണ്ടിയായി കണ്ട് അതിനെ വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെയല്ലേ നമ്മുടെ മന്ത്രി പറഞ്ഞത്. അങ്ങനെ ഒരു നിർദ്ദേശം ഇതിനു മുന്നേ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ പ്രവർത്തിക്കണ്ടേ? ആ പ്ലാസ്റ്റിക് കുപ്പി ഇതിനു മുന്നേ ഇരുന്ന ഡ്രൈവർ ഉപയോഗിച്ചതാണ്. അതിങ്ങനെ എന്തിനാണ് കൂട്ടി വെക്കുന്നത്? അത് പുതിയൊരാൾ വരുമ്പോഴത്തേക്ക് അതൊന്ന് വൃത്തിയാക്കണ്ടേ? അതല്ലേ ഒരു മര്യാദ. ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവർ ഓടിച്ചോളും. അവരെ സ്വന്തം വണ്ടി പോലെ, എന്റെ സ്വന്തം കാറ് പോലെ കൊണ്ടുവരണം. അതിനകത്ത് എന്ത് അലങ്കാരം വയ്ക്കാം, പാട്ട് വയ്ക്കാം, അതിനകത്ത് ടി വിയിൽ പോകണ്ട്, ടി വിയിൽ സിനിമ പാട്ടിട്ട് കാണിക്കാം, അതെല്ലാം അവരെ ഇഷ്ടമാണ്. ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കാലി കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ആ വണ്ടിക്കാരി കാട്ടി ചെയ്തു പോയി. നമ്മുടെ മന്ത്രി ആ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത്? പുതിയ ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഇരുന്ന ആൾക്കാർ അതിനൊന്ന് വൃത്തിയാക്കുക, അല്ലാതെ റോഡിൽ വലിച്ചെറിയാനാണോ പറഞ്ഞത്? ആ രീതിയിലാണോ മന്ത്രി പറഞ്ഞത്? മാസം തോറും ശമ്പളം മാത്രം വാങ്ങിച്ചാൽ മതിയോ? ചെയ്യുന്ന ജോലിയോട് ഒരു അച്ചടക്കവും വൃത്തിയും ഒക്കെ വേണ്ടേ? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഈ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുന്ന എല്ലാ ഡിസിഷനും ജനങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിനെ വിമർശിക്കുന്നവർ ആരാണെന്നുള്ള കേസ് നമുക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല.